2010 ഫോർച്യൂണർ 4x4 ആണ്, പുതിയ പേപ്പർ. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് 2030 വരെ പേപ്പറുണ്ട്. 2008 സ്കോർപിയോ 28 വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഓണർഷിപ്പ് ഓണർ 4ാമത്തെ ഓണർ. 2008 ഇന്നോവ G4 AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC ഒക്കെ വരുന്ന വണ്ടി. 2017 ZDI പ്ലസ് ആണ്, സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഓട്ടോ എന്തോടി? 170 കമ്പനി സർവീസ്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. ആറ്റിങ്ങൽ LMS ജംഗ്ഷൻ എന്ന് പറയുന്നിടത്തുള്ള കല്ലമ്പലം യൂസ്ഡ് കാസിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒരു 35,000 രൂപ തൊട്ട് മുകളിലോട്ട് പോകുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്നതും കാണാൻ കൊള്ളാവുന്നതും നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഷോപ്പാണ്. അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉള്ള ഒരു കടയാണ്. ഇപ്പോൾ 35 രൂപയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ 50 രൂപയുടെ വണ്ടി നോക്കാം, 50 രൂപയ്ക്ക് വന്നിട്ട് വേണമെങ്കിൽ 1 ലക്ഷത്തിൻ്റെ വണ്ടി നോക്കാം. അങ്ങനെ പല രീതിയിൽ നോക്കാൻ കിടക്കുന്ന ഒരുപാട് വണ്ടികൾ കിടക്കുന്ന നല്ലൊരു ഷോപ്പാണ്. അതേപോലെ തന്നെ അതർ സ്റ്റേറ്റ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക്, ഇപ്പോൾ ഇന്നോവ പോലെയുള്ള വലിയ വണ്ടികൾക്ക് അങ്ങനത്തെ ഉള്ള വരുമ്പോൾ ചില വിലക്കുറവ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഈ വീഡിയോ ഉപകാരം ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഹൈപ്പ് മറന്നു പോലെ ഹൈപ്പ് കൂടി ഒന്ന് ഞെക്കി സപ്പോർട്ട് ചെയ്ത് നമ്മളെ വീഡിയോ നല്ല റീച്ചാക്കി തരണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു 35 രൂപ തൊട്ട് മേളിലോട്ട് നോക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇക്ക നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടികൾ ഒരു 35 രൂപ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന വണ്ടികൾ ഞാൻ തുടക്കം പറഞ്ഞ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും? ഒരു 35 രൂപ 35-നൊക്കെ കിടക്കുന്ന ഇപ്പോൾ ഓട്ടിച്ച് പഠിക്കാൻ പറ്റിയ വണ്ടികളാണ്. മാരുതി 800 ഒക്കെയാണ് നമ്മുടെ ഇവിടെ കിടന്ന വണ്ടിക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടികളാണ്. അപ്പോൾ ശകലം വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും. ആ കണ്ടീഷനിലാണ് വണ്ടി. ഒരു 10-15 രൂപയ്ക്കകത്തുള്ള ഒരു പണിക്കുള്ളത് കാണും. അത്രയൊക്കെ വരെ ചെറിയ ചെറിയ പണികളെ കാണുള്ളൂ. കാരണം ഇവിടെ കിടക്കുന്ന വേറെ വണ്ടിക്ക് എക്സ്ചേഞ്ച് കയറിയ വണ്ടികളാണ് അതൊക്കെ. ഓക്കെ. ഓട്ടിച്ച് പഠിക്കാനൊക്കെ പറ്റിയ കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനുള്ള വണ്ടി. ആ ഒരു വണ്ടി. ഓക്കെ. അപ്പം നമ്മുടെ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്നുള്ളതെന്ന് വ്യക്തമായിരിക്കും. നമ്മുടെ ആറ്റിങ്ങൽ LMS ജംഗ്ഷനിലാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത വരുന്ന ജംഗ്ഷനും, കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോൾ ആലങ്കോട് കഴിഞ്ഞ് പൂമ്പാറ കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനുമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികൾ ആദ്യം ഇന്നോവയിൽ അങ്ങ് തുടങ്ങാം. ഓക്കെ. ഒരാൾ അത്രയും റിസ്ക് എടുക്കത്തില്ല വലുതിന് വരെ. ഓക്കെ. 2010 മോഡൽ ഇന്നോവ G4 ആണ്. പിന്നെ കസ്റ്റമൈസ്ഡ് ഹെഡ്ലൈറ്റ്, ടൈൽ ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയ പേപ്പറാണ്. 2030 വരെ പേപ്പറുണ്ട്. 2030 വരെ ഉണ്ട്. എന്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 2 ലക്ഷം കിലോമീറ്റർ. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ നല്ല കൂടിയ സീറ്റ്, ബക്കറ്റ് സീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നും ഇല്ല. ഇത് അതർ സ്റ്റേറ്റ് ആണോ അതോ നമ്മുടെ ആണോ, കേരളയാണോ? കേരള ആയിരിക്കും. കേരള. ഓക്കെ. വണ്ടി അലോയ്സ് ഒക്കെ കമ്പനി അലോയ്സ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഓക്കെ. വണ്ടി ഓടിക്കാനൊക്കെ പക്ക വണ്ടിയാ. വണ്ടിക്കകമൊക്കെ നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഒരു ആവറേജ് കണ്ടീഷൻസ് കിടപ്പുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് ലാസ്റ്റ് 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.5? അതിൽ കുറയുമോ? കുറയ്ക്കാനില്ല. ഇപ്പോൾ പുതിയ പേപ്പർ, ബാക്കി ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 3 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 1.5 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 2010 ഇന്നോവ G4 ആണ്, പുതിയ പേപ്പർ. 2030 വരെ പേപ്പറുണ്ട്. ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാ? 5ാമത്തെ ഓണർ. ഓണർഷിപ്പ് കൂടിപ്പോയില്ലേ? ഒറിജിനൽ കേരളയാണോ? കേരള ആവാനാണ് വഴി എന്നാണ് തോന്നുന്നത്. കേരള. വണ്ടിക്കകം വൃത്തിയായിട്ടൊക്കെ കയറി. ബാറ്ററി എന്തിൻ്റെയാ? ഈ വണ്ടിയുടെ ആണോ ബാറ്ററി ബാറ്ററി? ചാർജ് ഇറങ്ങിയപ്പോൾ ഇന്നലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എടുത്തത്. ഓക്കെ. ഓടാതെ കിടക്കുന്നുണ്ട്. വണ്ടിക്കകം നീറ്റാണ്, വൃത്തിയായിട്ട് പോകുന്നുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഒരു ഗ്ലാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ആണ്? അല്ലല്ല, ഡോർ ഗ്ലാസ്. ഡോറായിട്ട് മാറിയിട്ടില്ല? ഇല്ല. ഡോറിന്റെ പേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 4.5 രൂപയ്ക്ക് കൊടുക്കാം. 4.5? 2010 മോഡൽ അല്ലേ? ഇതും ഒരു 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 10 അല്ലേ? ചെയ്ത് കൊടുക്കാം. 1.5 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. 2013 ടൊയോട്ട ഓൾട്ടിസ് ഡീസൽ. എന്തോ ഓടി? 1.78. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞതൊക്കെ. ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല.
ഓക്കെ, വണ്ടിക്ക് അകം നീറ്റാണ്, കുഴപ്പമില്ല. റീപ്ലേസ് ഒന്നുമില്ല. 20 മേലിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസലല്ലേ? ഡീസൽ. ഓക്കെ, റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, ടെസ്റ്റ് കാര്യങ്ങളൊക്കെ 28 ഉള്ളൂ. ഫസ്റ്റ് ടെസ്റ്റ് വരണത്. ഓക്കെ, എത്ര ചോദ്യം? 370 കൊടുക്കാം. 370. എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 2-2.5 ലോൺ കിട്ടും. 2.5. ഇത് 2017 എക്സെന്റ് ഡീസൽ. ഒരു 25,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം. ആ, പെട്രോൾ അല്ലേ? ഡീസലാണ്. 20 മേലിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസലെണ്ണം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചില്ല. വണ്ടിക്കകം കൊള്ളാം, നീറ്റാണ്. സീറ്റ് കവറൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. പ്ലെയറും എല്ലാ കാര്യങ്ങളും ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് പവർ ബട്ടൺ പ്രത്യേകം ചെയ്തതാണോ? ചെയ്തതാണ്. ആ, തോന്നി. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. ഓക്കെ, പവർ വിൻഡോ പ്രത്യേകം ചെയ്ത. ഓക്കെ, ടയർ ആവറേജ് ടയർ. എത്ര ചോദ്യം? നമുക്ക് 3 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം. 280, 275 ലോൺ കിട്ടും. അതായത് 25,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല മൈലേജും ഉള്ള വണ്ടിയാണ്. ഇത് 2012 ആൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട്? റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയതാണ്. ഈ ബോണറ്റ് ബമ്പറും എല്ലാം മാറിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇല്ല. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. ഇത് കാണാൻ വെച്ചതാണ്. ഇപ്പൊ ചേട്ടൻ വെച്ച? അതെ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഈ വണ്ടി ഉണ്ടായിരുന്നു. അന്ന് ചോദിച്ചു സ്റ്റീരിയോ വെച്ച് കൊടുക്കാൻ പറ്റൂലെന്നൊരു. ഓ, അതിതാണോ? അതെ. അപ്പോൾ മിനിയാന്ന് സ്റ്റീരിയോ എല്ലാം ചെയ്തായിരുന്നു. ഓക്കെ, വണ്ടി വൃത്തിയായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല വണ്ടിയാണ്. ഒന്നും കുഴപ്പമില്ല. ബോഡി ബേസിലൊന്നും കാണുന്നൊന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് 135 കൊടുക്കാം ലാസ്റ്റ്. 135. AC ഒക്കെ പക്കയാണ്? AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, വേറെ അപാകതകളൊന്നും കാണുന്നുമില്ല, കുഴപ്പമില്ല. 2017 ZDI പ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഓട്ടോ എന്തോ ഓടി? 170 കമ്പനി സർവീസ്. ഓക്കെ, ഓടിക്കാൻ നല്ല വണ്ടി, മെക്കാനിക്കലി നല്ല വണ്ടി. ആൻഡ്രോയിഡ് ഒക്കെ ഇപ്പോൾ വെച്ചതാ? അതെ. സീറ്റ് കവറ്, സീറ്റ് കവറൊക്കെ കൊള്ളാം. നല്ല ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നത്. അലോയ്സ്, എയർ ബാഗ്, ABS. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. ഇതൊരു 75,000 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 75. വണ്ടിക്കാകും കൊള്ളാം, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ടയർ ആവറേജ് ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? നമുക്ക് 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം, നല്ല പ്രൊഫൈലാണെങ്കിൽ. എന്നോട് പലരും വീഡിയോയിൽ പറയുന്നുണ്ട് ഇച്ചിരി ദൂരത്ത് നിന്ന് എടുത്തു കൊടുക്കാം. പക്ഷേ ഇത്രയും വണ്ടിയൊക്കെ എടുത്തിട്ടാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്? അത് കാണുന്ന നിങ്ങൾ മനസ്സിലാക്കുക. വണ്ടികൾ നിറഞ്ഞ് കിടക്കുമ്പോൾ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് നിന്ന് എടുത്തു തരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്ത് വലുതായിട്ട് കാണിച്ചു തരാം. 2017 കിഡ് ഓട്ടോമാറ്റിക് ആണ്, ക്ലൈംബർ. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർ. 60,000 കിലോമീറ്റർ. ടയർ എല്ലാം പുതിയത്. ജെനുവിൻ കിലോമീറ്റർ ആണ്? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണേ. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് എങ്ങനെയാ? 16-17. ബാക്ക് 2 ഡോറും അഡീഷണൽ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇത്രയും കിട്ടുമോ മൈലേജ്? 16-17. ഇതിന്റെ മാനുവലിന് 20 മേലിൽ കിട്ടും. കിഡ് അല്ലല്ലോ ഇത്? കിഡ് ക്ലൈംബർ. 1000cc ആണ് ക്ലൈംബർ. ഇത് ഒരു 25 രൂപ 30 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? 280 കൊടുക്കാം. 2.5 ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് 2008 ആൾട്ടോ LX ആണ്. AC മാത്രം വരുന്ന വണ്ടി. AC മാത്രമേ ഉള്ളൂ. ടയർ കൊള്ളാലോ? ടയറെല്ലാം പുതിയത്. ടയർ കൊള്ളാം. ഇതിപ്പോൾ ഇന്ന് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. കുറച്ച് പണി എടുക്കാനുണ്ടാവും. അപ്പോൾ ഒന്ന് സർവീസൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് വന്നതേ ഉള്ളൂ. അതിൻ്റെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കാമെന്ന് വെച്ചതാ. അതെ. ഓക്കെ, വണ്ടിക്കകം സീറ്റ് കവർ ബേസ് ചെയ്ത് അങ്ങനെയുള്ള രീതി പറയുകയാണെങ്കിൽ വാഷ് ചെയ്ത് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം. അത്രേ ഉള്ളൂ. പോളിഷിനുള്ള പരിപാടികൾ കിടക്കും. ഒരു 5 രൂപയുടെ വർക്കേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് നമുക്ക് 69 രൂപയ്ക്ക് കൊടുക്കാം. 69? 2028 വരെ പേപ്പർ കിടപ്പുണ്ട്. ബാറ്റയുടെ കച്ചവടം എന്ന് പറയുന്ന പോലെ. അങ്ങനെയല്ല, നമുക്ക് വന്ന ആ ഒരു ചെറിയ മാർജിൻ എടുത്താൽ കൊടുക്കുന്നു. 2017 ബ്രിസ VDI സെക്കൻഡ് ഓണർ. എന്ത് ഓടി? 1,40,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. മേജർ സർവീസുകൾ? മേജർ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1.40 ടൈമിംഗ് ചെയിൻ എല്ലാം മാറിയിട്ടുണ്ട്.
140. ഇപ്പം എത്ര ഓടിയെന്നാ പറഞ്ഞേ? 1:43, 45 അങ്ങണ്ടായി. അപ്പോൾ ഉടനെ മാറിയതേ ഉള്ളൂ. ഇപ്പം മാറിയേ ഉള്ളൂ. ഈ വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയേഴ്സ് ആവറേജിന് കൂടുതലുണ്ട്. എത്ര ചോദ്യം? ഇത് 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 6 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 50 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. 50 രൂപ മതി. ബോഡിയൊക്കെ നോക്കിയിട്ട് വേറെ അപാകതകളൊന്നും കാണുന്നില്ല. പിന്നെ സ്ക്രാച്ച് എല്ലാം പുള്ളിക്കാരൻ വൃത്തിയാക്കി ഇടുന്നത് കൊണ്ട് വണ്ടി കാണാനും നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇത് 2016 പെട്രോൾ സ്വിഫ്റ്റ് ആണ്. 16 മോഡല്. അതെ, LXI ആണ്. LXI ആണെങ്കിൽ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണർ. ടയറെല്ലാം പുതിയതാണ്. കൂളിംഗ് ഇത്രയും കട്ടിക്കിടാവോ? കൂളിംഗ് ഇടാവോ എന്ന് ചോദിച്ചാൽ ഇളക്കേണ്ടി വരുമല്ലേ? അറിയാൻ വയ്യ. ഇച്ചിരി കട്ടയ്ക്ക് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വല്ലാതെ വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. പെയിൻറ്റിങ്ങിനൊന്നും വേറെ കംപ്ലൈൻസ് ഒന്നും കാണുന്നില്ല. ഇവിടെ സ്ക്രൂ പോയിട്ടുണ്ടെന്ന് അയച്ചോളാം. ബ്ലാക്ക് ഇത് ഒട്ടിച്ചേക്കും അല്ലേ? സ്റ്റിക്കറാണ്. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ്. എത്ര ചോദ്യം? ഇത് 3,80,000 രൂപയ്ക്ക് കൊടുക്കാം. 3,80,000 ലോൺ ചെയ്ത് കൊടുക്കാം. 2013 i20 ഡീസൽ സ്പോർട്സ്. ഓണർ തേർഡ് ഓണർ. ടയർ ആവറേജ് ടയർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഡീസൽ അല്ലേ? 85,000 കിലോമീറ്റർ. 85 കിലോമീറ്റർ ജെന്യൂൻ ആണേ. റീപ്ലേസ് വല്ലതും ഉണ്ടോ? ഇല്ല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ടയർ ഞാൻ പറഞ്ഞു ആവറേജ് താഴെയാണ്. എത്ര ചോദ്യം? ഇത് 2,80,000 രൂപ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 50,000 രൂപ. 2006 പെട്രോൾ സ്വിഫ്റ്റ് VXI ആണ്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെസ്റ്റിൻ്റെ വർക്കെല്ലാം തീർന്ന് നടക്കുകയാണ്. ടെസ്റ്റ് ചെയ്താൽ കൊടുക്കാം. അപ്പം ടച്ച് ആൻഡ് പോളിഷിൻ്റെ പരിപാടികൾ നോക്കണ്ട. ടയർ അത്യാവശ്യം നല്ല ടയർ. 31 വരെ നമുക്ക് പേപ്പർ ആക്കിയും കൊടുക്കാം. സ്റ്റീരിയോ ഇല്ലല്ലോ? അതൊക്കെ കാരണം നിങ്ങളെപ്പോലെയുള്ള കടക്കാർ ഇങ്ങനെ സ്റ്റീരിയോക്കൊക്കെ പിടിക്കുന്നത് മോശമാട്ടോ. നിങ്ങളൊക്കെ ഇത്രയും ഇല്ലാത്ത വണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ടയർ പുത്തൻ ടയറല്ലേ? ഓക്കെ. എത്ര ചോദ്യം? 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. 1,85,000 രൂപ. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഡീസലാ പെട്രോളാ? പെട്രോള്. ഓക്കെ. വണ്ടി വൃത്തിയുണ്ട്. ഈ പെയിൻറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിടക്കാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ബെൻഡൊന്നുമില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബെൻഡോ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഇത് 2017 കിഡ് RXT 1000cc. 78,000 കിലോമീറ്റർ. 78. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. വെയിലടിച്ച് പൊട്ടിയതാ. അങ്ങനെ പൊട്ടിയാ. ഈ ബോണ്ടും ബമ്പറൊന്നും കംപ്ലൈൻറ്റ് ഇല്ലെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ബോണ്ട് നോക്കി. അതൊക്കെ തുറന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ അങ്ങനെ ഫ്രണ്ട് ഇടിച്ച വണ്ടിയാണോ എന്നുള്ളത്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ബോണ്ട് പൊക്കി നോക്കിയൊരു പരീക്ഷണത്തിൽ നിൽക്കാത്ത. അല്ലാതെ വലിയ ഇടിയുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് എത്ര ചോദ്യം? ഇത് 2.5 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 2 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 2017 സ്വിഫ്റ്റ് VDI ആണ്. തേർഡ് ഓണർ. 1,10,000 കിലോമീറ്റർ. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. എടുക്കണ്ട, ഇപ്പം മാറി ഓർഡർ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്കകം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഡീസൽ. ഇതൊരു 25,000 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? 4.25 ലക്ഷം രൂപ. 4.25. ഏത് വർഷമായിരുന്നു? 2017. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. 7 ആണല്ലേ? AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. 27 ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്ത വർഷം അവസാനം വരെ. സീറ്റ് കവർ കീറിയിരിക്കുകയാണ് ഡ്രൈവിംഗ് സൈഡ്. ഈ വണ്ടിയുടെ സീറ്റ് കവർ മാറി കൊടുക്കുമോ? സീറ്റ് കവർ ഒന്നും മാറില്ല. ഈ കണ്ടീഷനിൽ കിടക്കുന്ന കണ്ടീഷൻ. ഓക്കെ. വേറെ കണ്ടീഷൻ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. സീറ്റ് അകത്ത് കമ്പനി സീറ്റാണ് കിടക്കുന്നത്. നല്ല സീറ്റാണ്. എത്ര ചോദ്യം? നമുക്ക് ലാസ്റ്റ് ഒരു 85 രൂപയ്ക്ക് പുതിയ ഇൻഷുർ എടുത്താൽ കൊടുക്കാം. 85,000. 2007 മോഡൽ വാഗണർ. ലാസ്റ്റ് ആണോ? അതെ. 2014 ഈക്കോ AC ആണ്.
ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. അപാകതകൾ എന്തെങ്കിലും? അപാകതയൊന്നുമില്ല, നല്ല വണ്ടി തന്നെ. എന്തോ ഓടി? 89,000, 90,000 കിലോമീറ്റർ ആയി. 100 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, വണ്ടിക്കകമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഫ്ലാപ്പ് ഓർഡർ കൊടുത്തേക്കണം, നാളെയൊക്കെ വരും. ഓക്കെ, ഓരോ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. ടയേഴ്സ് കൊള്ളാം, അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2.5? 2 രൂപ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. 50 രൂപ ഇറക്കാം. 2012 ഇൻഡിഗോ CS പെട്രോൾ വിത്ത് CNG ആണ്. ഓക്കെ, ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 50,000. ആ കിലോമീറ്റർ വിശ്വസിക്കാൻ പറ്റുമോ? ജെന്യൂൻ കിലോമീറ്റർ. ഫോണ് ഒന്ന് ഡീസൽ വണ്ടി. ഡീസൽ അല്ല, ഇത് പെട്രോൾ വിത്ത് CNG ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ പോലും ഇത്രയും വർഷമായില്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയായിരുന്നു. ഓക്കെ, വണ്ടി ഞങ്ങളൊക്കെ കൊള്ളാൻ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ഇത് ചോദിക്കുന്നത്? നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 1,10,000. പോളിഷൊക്കെ ചെയ്ത് കൊടുക്കാം. വൃത്തിയാക്കാൻ ഉണ്ട്. 1,10 ലാസ്റ്റ്. ടയറൊക്കെ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് താഴെ എന്നൊക്കെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. 2016 ആൾട്ടോ 800 LXi സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ. 70. ടയറെല്ലാം പുതിയതാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കകം കൊള്ളാം, നീറ്റാണ്. ഇവിടെ പവർ വിൻഡോ. ടയേഴ്സ് കൊള്ളാം, നല്ല ടയേഴ്സ് കിടക്കുന്നത്. ബാക്ക് സൈഡൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 2.30 കൊടുക്കാം. 2 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 30,000 രൂപ ഇറക്കാം. ഓക്കെ, വണ്ടി കാണാനേ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2002 MB-FI 5 സ്പീഡ് AC വണ്ടിയാണ്. AC ഒക്കെ വർക്ക് ചെയ്യുമോ? AC വർക്കിംഗ് ആണ്. ടച്ച് ആൻഡ് പോളിഷ് ഇവിടെ ഒരു ചെറിയ ചണക്കുണ്ട്. എല്ലാം ഈ കണ്ടീഷനിൽ കൊടുക്കാം. ഈ കണ്ടീഷനാണ്. ഓക്കെ, ഇതപ്പോൾ പണിയത്തില്ല. ഓണർഷിപ്പ് എത്രയാണ്? 4ാമത്തെ ഓണർ. കിലോമീറ്റർ ജനുവും പറയാൻ പറ്റുമോ? അറിയാം. ഇതൊക്കെ ഓട്ടിച്ച് കൈ തെളിയാനും AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. ഓക്കെ, ടയർ പോരാ. എത്ര ചോദ്യം? ഇത് 45 രൂപയ്ക്ക് കൊടുക്കാം. ഇൻഷുറൻസ് പുതിയതാണ്. ഓട്ടിച്ച് പഠിക്കാനല്ലേ? എന്തെങ്കിലും കൂടി കുറച്ചുകൂടി. 5 സ്പീഡ് AC യാ. വരട്ടെ, കസ്റ്റമർ വന്ന് എന്തെങ്കിലും കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെയ്യാം. ഫ്രണ്ടിലത്തെ ഭാഗത്ത് ഒന്ന് ചെറിയ ഒരു 2,500 രൂപയുടെ വർക്കേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചെറിയ ടച്ച് ആൻഡ് പോളിഷ്, അല്ലാതെ വേറെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പരിപാടികളൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു ചാണ് കാണിച്ച് ഞാൻ നോക്കിയിട്ട് കാര്യമായിട്ടുള്ള 2016 ബീറ്റ് ഡീസലാണ്. 78,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യൂനാണോ? ജെന്യൂൻ കിലോമീറ്റർ. വേറെ ഓയിലടിയോ ഡീകംപ്രഷനോ ഒന്നുമില്ല. എഞ്ചിനെല്ലാം പക്ക. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ. ഓക്കെ, റീപ്ലേസും അല്ല? ഒന്നുമില്ല, നല്ല വണ്ടി. എത്ര ചോദ്യം? ഇത് 1.40 കൊടുക്കാം. 1.40. ടയർ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ഓക്കെ. ബാക്ക് അത്ര പോരാ. ബാക്ക് ആവറേജ് ടയറേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, അല്ലാതെ കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട് ടയർ കൊള്ളാം, കുഴപ്പമില്ല. വേറെ അപാകതകളൊന്നുമില്ല. 1.40. നല്ല മൈലേജ് ഉള്ള വണ്ടി. 20-27 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 2010 സൈലോ E4 2030 വരെ പേപ്പറുണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കാം. ഓണർഷിപ്പ്? ഓണർ 4ാമത്തെ ഓണർ. 4. മെക്കാനിക്ക് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. എഞ്ചിനൊക്കെ പക്ക. ഫ്രണ്ട് ഗ്ലാസും റീപ്ലേസ് ഉണ്ട്. ഓക്കെ, ഓരോ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും ഒക്കെ നീറ്റാണ്. സീറ്റ് കവേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയാലൊക്കെ കൊള്ളാം. ഏറ്റവും ബാക്കും ഒക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ ടോപ്പൊക്കെ ആണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലും അഴുക്കൊന്നുമില്ല, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ നീറ്റാണ്. അതേപോലെ ടയറിൻ്റെ കാര്യം നോക്കുമ്പം ഒരു ആവറേജ് കണ്ടീഷൻ എന്നൊക്കെ പറയാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ ഗ്ലാസ് മാത്രമുണ്ടോ പറഞ്ഞു. എത്ര ചോദ്യം? ഇത് 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം, പേര് മാറി. 1.90. എഞ്ചിനെല്ലാം പക്ക വണ്ടി. 2017 ബ്രിസ ZDI പ്ലസ് ആണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുത്തൻ ടയറാണോ? പുത്തൻ ടയർ. സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി സർവീസ്.
മഞ്ഞയും വെള്ളയും കൂടി വരുന്ന ഡുവൽ ടോണാണ്. പുഷ് ബട്ടണൊക്കെ വരുന്ന മോഡലാട്ടോ. ടോപ്പാണോ അത്? ഏറ്റവും ടോപ്പാണ്. ഓക്കെ, വണ്ടിക്കകമൊക്കെ നീറ്റാണ്. മാനുവലാണ്. വണ്ടി നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? നല്ല വണ്ടി. എത്ര ചോദ്യം? 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഒരു 6,500 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 50,000 രൂപയുടെ ഇറക്കാം. മേലെ ക്രോസ് ബാർ എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനിയാണോ? കമ്പനി സ്റ്റിക്കറാ. കമ്പനി ഗ്രാഫിക്സ് ആണിത്. ഇത് മാഞ്ഞു പോയല്ലോ. അത് വെയിലത്തിടന്ന് നരയ്ക്കുന്ന ഇതാണ്. കമ്പനി വന്നാണത്. 2012 സ്കോർപിയോ VLX ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. ഒറിജിനൽ കേരള. ടയറെല്ലാം പുതിയത്. വേറെ ആക്സിഡൻ്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. നല്ല വണ്ടി. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതും സീറ്റ് കവേഴ്സ് ബേസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലും അഴുക്കൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചൊക്കെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയർ എല്ലാം പുതിയത്. ഇത് പുതിയതാണോ? പുതിയ ടയർ. 4 പുത്തൻ ടയർ. ഓടി ഒരു ലക്ഷണം എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ എത്ര ചോദിക്കുന്നത്? 3,75,000 രൂപയ്ക്ക് കൊടുക്കാം. 3,75,000. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ അപാകതകളൊന്നും ഞാനും കണ്ടില്ല. നല്ല വണ്ടി. 2010 ഫോർച്യൂണർ 4x4 ആണ്. പുതിയ പേപ്പർ. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് 2030 വരെ പേപ്പറുണ്ട്. ഒറിജിനൽ കേരള. കേരളയാണ് വണ്ടി. കേരള. ഓക്കെ, കിലോമീറ്റർ അപ്പോൾ ജെന്യൂൻ പറയാൻ പറ്റുമോ? ജെന്യൂൻ കിലോമീറ്റർ പറയാൻ പറ്റും. 1.5 ലക്ഷം കിലോമീറ്റർ ആയി. മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ്. ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ്രോയിഡ് 2 ചെയ്തതാണ്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. നീറ്റായിട്ട് വണ്ടിക്കകം കൊള്ളാം. നല്ല വൃത്തിയായിട്ട്. 4 പുതിയ ടയർ ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. ഇൻഷുറൻസ് പുതിയതാണ്. എത്ര ചോദ്യം? ഇത് 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8.5. ഇതിന് ലോൺ സൗകര്യം ഉണ്ടോ? ലോൺ കിട്ടും. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 5 രൂപയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 8.5 ചോദിക്കുന്നത്. അപ്പോൾ 3.5 നമ്മൾ കൊണ്ടുവരണം. 2008 സ്കോർപിയോ 28 വരെ പേപ്പറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ. ഓണർഷിപ്പ്? ഓണർ 4ാമത്തെ ഓണർ. 4 ഓണറായി. കിലോമീറ്റർ ജെന്യൂൻ ആണോ? കിലോമീറ്റർ 1.60 എത്ര കണ്ടായി. അത് ജെന്യൂൻ ആണോ? ജെന്യൂൻ തന്നെ. ഓക്കെ, വണ്ടിക്കകം ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒരു പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയാൽ അത് കാണുമ്പോൾ കുറച്ചുകൂടി ഗുമ്മുണ്ടാവും. പിടിച്ച് ആൾക്കാരെ പിടിച്ച് അഴുക്ക്. ടയറെല്ലാം പുതിയത്. ടയർ കൊള്ളാം. എത്ര ചോദ്യം? 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2.5 ലക്ഷം. ഏത് വർഷമായിരുന്നു? 2008 മോഡൽ. വേറെ എന്തെങ്കിലും പറയാൻ? അപാകതകളായിട്ട്? അപാകതയൊന്നുമില്ല. ഓട്ടിക്കാനല്ല നല്ല വണ്ടി. 4 വീൽ കപ്പിൻ്റെ കുറവുണ്ട്. അതെടുത്തിട്ട് കൊടുക്കും. 2008 ഇന്നോവ G4 AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവറിൻ്റെ സെൻട്രൽ AC ഒക്കെ വരുന്ന വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? 6ാമത്തെ ഓണർ. ഓ മൈ ഗോഡ്. ഇന്നോവ ആണെങ്കിലും 6 ഓണർ. ഇതിൻ്റെ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? 2.5 ലക്ഷം കിലോമീറ്റർ ആയി. ഇത് ഒറിജിനൽ കേരള? കേരള. ഈ വണ്ടിയൊക്കെ പക്ഷെ കാണാൻ നല്ല വൃത്തി. നല്ല വണ്ടിയാണ്. വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കൊള്ളാം. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഒരു കുഴപ്പമില്ല. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും? മേജർ തട്ടൊന്നും വാങ്ങിച്ച വണ്ടിയല്ലേ? അല്ല. ഓക്കെ, എത്ര ചോദ്യം? 3.5 രൂപയ്ക്ക് കൊടുക്കാം. 3.5 രൂപ. ഏത് വർഷമായിരുന്നു? 2008. മേജർ സർവീസൊക്കെ കഴിഞ്ഞല്ലേ? എല്ലാം കഴിഞ്ഞു. ഓക്കെ, വണ്ടി കാണാനും ഒക്കെ കൊള്ളാം. വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ സൈഡൊക്കെ നോക്കിയാലും അപ്പുറ സൈഡ് ഞാൻ കാണിച്ചു, അത് കൊള്ളാം. ഈ സൈഡ് നോക്കിയാലും ഒക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള വലിയ വണ്ടികളും ചെറിയ വണ്ടികളും 1, 2 അതർ സ്റ്റേറ്റ് വണ്ടികളും ഉണ്ടായിരുന്നു. സാധാരണ പറയുമ്പോൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ കുറച്ചുകൂടി ഉണ്ടാവും. അതാണ് ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത്.
പക്ഷേ ഇത്തവണ കുറഞ്ഞു. അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കും വരെ വീണ്ടും കാണാം. ബൈ.